ഇതൊരു അമ്മ മകൾ ഷോ ആണല്ലോ. അപ്പോൾ സാറിൻ്റെ അമ്മയെക്കുറിച്ച് ഈ നിമിഷം ഓർമ്മ വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 2 തല്ലുകളും അതൊക്കെ കേൾക്കാനൊരു ആഗ്രഹം. ഇത് ചിലപ്പോൾ പറഞ്ഞാൽ ഞാനിത് ഈ അമ്മയുടെ പ്രശ്നത്തിന് മുകളിൽ എല്ലാ സ്റ്റേജിലും പറഞ്ഞ് അവസാനം ഞാൻ കരഞ്ഞു പോകും. എൻ്റെ അമ്മ 5ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അമ്മ എന്തായിരുന്നു എന്നുള്ളത്, ഒരമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ. എന്നും ഞാൻ മദ്രാസിൽ നിന്ന് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു കിടക്കും. പട്ടാമ്പി പാലം കടന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിക്കും, ഒരു നാരങ്ങ വെള്ളം കിട്ടിയാൽ അവിടെ ചെന്നിട്ട് അമ്മ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു ഉമ്മ ഇവിടെ തരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയ സാധനം എടുത്തിട്ട് അമ്മ അകത്തേക്ക് പോകുന്നു. നമ്മൾ ബാക്കി സാധനങ്ങൾ ഇറക്കുമ്പോഴേക്കും നാരങ്ങ വെള്ളമായിട്ട് വരുന്നു. ദിസ് വാട്ട് ഈസ് എ മദേഴ്സ് ടെലിപ്പതി. അതേസമയം ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ ഇത് പറയണ്ട, കറക്റ്റായിട്ട് ചായ ആയിരിക്കും വരുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാരങ്ങ വെള്ളവും ഇപ്രാവശ്യം ചായയും വരുന്നു നമ്മൾ ഈ വിചാരിക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ് അബൌട്ട് മൈ മദർ. പിന്നെ ഉള്ള സമയത്ത് അമ്മമാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ബിക്കോസ് അവരെത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ജീവനോടുണ്ട്, നാളെ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. സോ 2004 ഓണത്തിന് അമ്മ വിളിച്ചു 2 ദിവസം മുന്നേ, മക്കൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ ഈ പെൻഷൻ കിട്ടിയതെന്ന് വെച്ചിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഓണത്തിന് അവിടെ വന്നിട്ട് ഒരിലയിൽ കുറച്ച് സദ്യ ഉണ്ടാക്കി തരും, അതിന് ഞാൻ എത്ര പെട്രോളും ചിലവാക്കിയിട്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ കുട്ടികളെയും കൊണ്ട് വാ, ഒന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ലാസ്റ്റ് ഫോൺ വെക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ്, അടുത്ത ഓണത്തിനൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അങ്ങോട്ട് ഷൗട്ട് ചെയ്തു, അടുത്ത ഓണത്തിന് ഉണ്ടാവും എന്നുള്ള അമ്മയല്ലേ തീരുമാനിക്കുന്നത്, അത് ദൈവം നിശ്ചയിച്ചോളുന്നത്. ഫോൺ വെച്ചപ്പോൾ എവിടെയോ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് ഇത് ബൈ ചാൻസ് എന്തെങ്കിലും. പിറ്റേ ദിവസം കാലത്ത് എല്ലാവരെയും പിടിച്ച് പെറുക്കി വണ്ടിക്കകത്തിട്ട് ഞാനിങ്ങ് പോന്നു, കുറേ പൂവൊക്കെ ആയിട്ട്. ഓണം ആഘോഷിച്ചു, വലിയ പൂക്കളൊക്കെ ഇട്ട് ആഘോഷിച്ചു. 2004 കഴിഞ്ഞു. 2005 മാർച്ച് മാസം 11-ാം തീയതി മോഹൻലാലിന് അഡ്വാൻസ് കൊടുക്കാൻ പോയി. അഡ്വാൻസ് വാങ്ങിച്ചു. മോഹൻലാൽ തിരിച്ചു വന്ന് 11-ാം തീയതി ഞാനും രഞ്ജി പണിക്കരും കൂടെ, രഞ്ജി പറഞ്ഞു ഇവിടെ അമ്മയുടെ അടുത്ത് ദോശ ഉണ്ടാക്കി തരാൻ പറ. രഞ്ജി അവിടെ ഷൊർണ്ണൂർ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ചത് ഈ അമ്മയുടെ ദോശ അന്ന് കഴിച്ചിട്ട് ഞാൻ പോയി നാളെ വിളിക്കാം. ഈ നാളെ വിളിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു അഹങ്കാരമാണ്. അമ്മ അവിടെ ഉണ്ടല്ലോ, നാളെ വിളിക്കാം. അങ്ങനെ അന്നൊക്കെ ലാൻഡ് ലൈനാണ്, അതുകൊണ്ട് രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കും, ക്വാർട്ടർ 8 ആവാൻ വേണ്ടി. പിന്നെ നോക്കുമ്പോൾ കാണാം അത് 10 മണി, അമ്മ ഉറങ്ങിക്കാണും, വിട്ടു. അങ്ങനെ ഞാൻ ബോംബെയിൽ ഒരു ആഡ് ഷൂട്ടിന് പ്രിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഞാനും പ്രിയേട്ടനും ഒരു റൂമിലാണ് കിടക്കുക. അപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട് 19-ാം തീയതി രാത്രി ഒരു 11:30 മണിക്ക്. ഞാൻ എടുക്കണില്ല, ഈ ബോംബെക്കാർ വല്ല ഫ്രണ്ട്സും വിളിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചത്. അവസാനം പ്രിയേട്ടൻ പറഞ്ഞു, എടാ നിൻ്റെ ഫോണാണ് അടിക്കുന്നത്, എടുക്കുകയെന്നുള്ളു. നോക്കുമ്പോൾ അനിതയുടെ ഒരു 12-20 മിസ് കോൾ കിടക്കുന്നുണ്ട്. ടെൻഷൻ അടിച്ച് തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും വിളി വന്നു, അമ്മ പോയി എന്ന്. ഈ 6 ദിവസം ഞാൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള കുറ്റബോധം ഇന്ന് ഞാൻ കാണുന്ന കുട്ടികളോട് ഞാൻ പറയും, മക്കളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ശരി, ആ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് അവൻ ഞാൻ പോയിട്ട് വരാം. ഫീൽ ദാറ്റ് ഹീറ്റ് എന്നത്. എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല. ഇത് ഞാൻ അനുഭവിച്ചാണ്. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നു, ഗേറ്റ് പോലും തുറന്നിട്ടുണ്ടാവില്ല. നമ്മളിറങ്ങി ഗേറ്റ് തുറക്കണം. പിന്നെ വീട്ടിൽ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇരുട്ട് പോലെയാണ് തോന്നുന്നത്. മിസ് ചെയ്യുന്നതാണ്. റൂമിലോട്ട് പോകും, നിങ്ങളുടെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടാവില്ല. നമ്മളവിടെ നിന്ന് എടുത്തിട്ട് ബെഡ്ഷീറ്റ് മാറ്റണം. ബാത്റൂമിലേക്ക് ചെല്ലു, തോർത്തും കൊണ്ട് വൃത്തിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവില്ല, എണ്ണ ഉണ്ടാവില്ല തേക്കാൻ. നമുക്ക് വേണ്ട ഭക്ഷണം അവിടെ കാണില്ല. കാലത്ത് ചായ നമ്മൾ കയറി ഉണ്ടാക്കണം. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, കാലത്ത് തൊട്ട് വൈകിട്ട് ഉറങ്ങുന്നവരേക്ക് ഈ ഒരു വ്യക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അമ്മ ജീവിതത്തിൽ പോകണം. അപ്പം ആ പോവാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. എൻജോയ്. ഇതൊരു പ്രത്യേക വികാരമാണ്. ഇത് ഞാൻ പറഞ്ഞത് ഇത് കഴിയുമ്പോൾ ഞാനും കറിയും നിങ്ങളെല്ലാവരും കറിയും. കാരണം ഇത് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണത്.